1980-കൾ ഇന്ത്യൻ രാഷ്ട്രീയം ഒരു ഏകകക്ഷിയുടെ ആധിപത്യത്തിലായിരുന്ന കാലം. വൈവിധ്യമാർന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതീക്ഷകൾക്ക് പുതിയൊരു ദർശനം ആവശ്യമായിരുന്ന സമയം. അപ്പോഴാണ് അടൽ ബിഹാരി വാജ്പേയി എന്ന ജനനായകന്റെ കടന്നുവരവ്. കവിയും ദീർഘദർശിയായ രാഷ്ട്രതന്ത്രജ്ഞനും വിട്ടുവീഴ്ചയില്ലാത്ത പോരാളിയുമായിരുന്ന അദ്ദേഹം 1980-ൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപകാധ്യക്ഷനായി. തന്റെ അഗാധമായ ജ്ഞാനവും പ്രഭാഷണ ചാതുരിയും കൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് പുതുജീവൻ പകർന്നു. 1980 മുതൽ 1986 വരെ വാജ്പേയിയുടെ അധ്യക്ഷ പദവിയിൽ ബിജെപി വെറുമൊരു പാർട്ടി മാത്രമായിരുന്നില്ല, കരുത്തുറ്റ പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായി അത് വളർന്നു. പണ്ഡിറ്റ് ദീൻദയാൾ ഉപാധ്യായയുടെയും ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദർശനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏകാത്മ മാനവ ദർശനം എന്ന തത്വം അദ്ദേഹം മുറുകെ പിടിച്ചു. സാംസ്കാരിക ദേശീയതയ്ക്കും സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകിയത്. 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വെറും 2 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ ആ കനത്ത തിരിച്ചടിയിലും വാജ്പേയി പതറിയില്ല. പ്രവർത്തകരുടെ ആത്മവീര്യം വീണ്ടെടുത്ത അദ്ദേഹം രാജ്യത്തുടനീളം സംഘടനാ സംവിധാനം വ്യാപിപ്പിച്ചു. 1986 അദ്ദേഹം പദവി ഒഴിയുമ്പോഴേക്കും പ്രാദേശിക പാർട്ടികളുമായുള്ള സഖ്യം രൂപീകരിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിരുന്നു. ഒരു യുവ പാർട്ടി എന്ന നിലയിൽ നിന്നും വിശ്വസനീയമായ ഒരു പ്രതിപക്ഷമായി ബിജെപി അപ്പോഴേക്കും മാറിയിരുന്നു. കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ ആ ദർശനങ്ങൾ ഇടം പിടിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തലമുറകളെ പ്രചോദിപ്പിച്ചു, ബിജെപിയെ രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമാക്കി മാറ്റി. വാജ്പേയിയുടെ അശ്രാന്ത പരിശ്രമവും അദ്ദേഹം പാകിയ ഉറച്ച അടിത്തറയുമാണ് ബിജെപിയുടെ പിൽക്കാലത്തുള്ള പടുകൂട്ടൻ വളർച്ചയ്ക്ക് കാരണമായത്. ലളിതമായ തുടക്കത്തിൽ നിന്നും ഇന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബിജെപി മാറിയതിനു പിന്നിൽ ആ മഹാമനീഷിയായിരുന്നു. യഥാർത്ഥ നേതൃത്വം പാർട്ടികളെ മാത്രമല്ല, ഒരു രാഷ്ട്രത്തെ തന്നെയാണ് കെട്ടിപ്പടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.